Hi guys, welcome back to the channel Smart Study with Tasween. Please do like, subscribe and share to your friends. In this video, we are doing a reading card for class 3 and based on the reading card, we have an activity. Let's see. Lallu cat and Millu cat are sisters. Lallu catum, Millu catum sisters ആയിരുന്നു. They had a close friend, Jillu dog. അവർക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്താണ്? ജില്ലു എന്ന ഒരു ഡോഗ് ഉണ്ടായിരുന്നു. വൺ ഡേ ദ ചിത്തി ക്രോ കെയിം ദർ. അവിടെ എന്ത് വന്നു? ഒരു കാക്ക വന്നു. കാക്കയുടെ പേരെന്താണ്? ചിത്തി. ഷീ വാസ് വെരി കണ്ണിങ്. ഭയങ്കര കണ്ണിങ് ആയിരുന്നു നമ്മുടെ കാക്ക. ഷീ തോട്ട് ഐ വിൽ മേക്ക് ദ കാറ്റ്സ് ആൻഡ് ദ ഡോഗ് എനിമീസ്. ഇപ്പം എന്ത് വിചാരിച്ചു നമ്മുടെ ക്രോ? ഈ നമ്മുടെ കാറ്റിനും ഡോഗിനും എനിമീസ് ആക്കുമെന്ന്, ശത്രുതയാക്കുമെന്ന് വിചാരിച്ചു. ഹ ഹ ഹ. She told the cats, never speak to Jillu. He is weak. He might attack you. അപ്പോൾ എന്ത് പറഞ്ഞു കൊടുത്തു കാക്ക നമ്മുടെ കാറ്റ്സിനോട്? ജില്ലുവിനോടൊന്നും സംസാരിക്കണ്ട, ജില്ലു നിങ്ങളെ എപ്പോഴും അറ്റാക്ക് ചെയ്യാമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ദ കാറ്റ്സ് ബിക്കെയിം സ്കെയർഡ്. അത് കേട്ടപ്പോൾ കാറ്റ്സ് എന്ത് ചെയ്യുന്നു? പേടി തോന്നി അല്ലേ? ദേ ഡിഡ് നോട്ട് സ്പീക്ക് ടു ജില്ലു. അങ്ങനെ ജില്ലുവിനോട് സംസാരിക്കാതെയായി. ജില്ലു വാസ് സാഡ്. ജില്ലുക്ക് ഭയങ്കര സങ്കടം തോന്നി. വൺ ഡേ ചിത്തി ടോൾ ജില്ലു ഡോണ്ട് സ്പീക്ക് ടു ദ കാറ്റ്സ്, ദേ മേ അറ്റാക്ക് യു. അതേമാതിരി നമ്മുടെ ക്രോ എന്ത് ചെയ്തു? ചിത്തി ക്രോ എന്ത് ചെയ്തു? ജില്ലുവിനോട് പോയി പറഞ്ഞു, കാറ്റ്സിനോട് സംസാരിക്കേണ്ട, കാറ്റ്സിന് ചിലപ്പോൾ നിന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. വൈ ഡിഡ് ഷീ സേ സോ തോട്ട് ജില്ലു. അപ്പോൾ ജില്ലു ഇങ്ങനെ ആലോചിച്ചു, എന്തിനാ ഈ കാക്ക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ദർ ഇസ് സംതിങ് റോങ് ഇൻ ഇറ്റ്. എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി. ഹി ടോക്ക് ടു ദ കാറ്റ് അബൌട്ട് ഓൾ ദാറ്റ് ഹാപ്പൻ. അങ്ങനെ കാറ്റിനോട് പോയിട്ട് ഇത് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. നെവർ കം ഹിയർ അഗെയിൻ ദ കാറ്റ്സ് ആൻഡ് ദ ഡോഗ് ടോൾഡ് ഹെർ. അപ്പോൾ കാറ്റ്സിന് മനസ്സിലായി ആരാണ് ഇവിടെ കുറ്റക്കാരൻ, ക്രോ ആണെന്ന് മനസ്സിലായി. എന്നിട്ട് ക്രോനോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഇവിടെ വരരുത് എന്ന് പറഞ്ഞിട്ട് ആട്ടി വിട്ടു. When Chitti knew that her game had failed, she flew away. അപ്പോൾ ചിത്തിക്ക് മനസ്സിലായി ഇവൻ്റെ കളിയൊക്കെ പൊളിഞ്ഞു എന്ന് മനസ്സിലായി, കാക്കയുടെ കളിയൊക്കെ. അപ്പോൾ ചിത്തി ഓടി പറന്ന് പോയി. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഡ്രോ ദ പിക്ചർ ഇൻ യുവർ നോട്ട് ബുക്ക് ആൻഡ് കളർ ദം. അപ്പം നമ്മളൊരു പിക്ചർ, കാറ്റിൻ്റെ പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ചർ വരച്ചിട്ട് അതിനെ കളർ ചെയ്യുക. അതേമാതിരി ഈ സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുക. അതേമാതിരി ഇത് നമ്മുടെ ഡോഗോ കാറ്റോ ആയിട്ട് ഒരു ഡയറി എൻട്രി ആയിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടാവും എന്ന് എഴുതുക. ഓക്കെ താങ്ക് യു. Please do like, subscribe and share to your friends my YouTube channel Smart Study with Tasween. Thank you.